സൺഡേ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒല്ലൂർ ഫൊറോനയുടെ കീഴിലുള്ള ഫാത്തിമനാഥ ചർച്ച് കോനിക്കരയിലേക്കാണ്. കുമ്പസാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. ഇതാണ് കോനിക്കരയിലെ പള്ളി. തൃശ്ശൂർ അതിരൂപതയിലെ ചെറിയൊരു ദേവാലയമാണെങ്കിലും ഈ ദേവാലയത്തിന്റെ ചരിത്രം പറയണമെങ്കിൽ 140 വർഷം പുറകോട്ടു പോകണം. പുതുക്കാട് സെന്റ് ആന്റണീസ് ഇടവകയിലെ അംഗങ്ങളായിരുന്ന തെക്കിനിയത്ത് തെക്കുംപീടിക വറീദ് അന്തോണിയുടെ കുടുംബം ദാനമായി നൽകിയ 16 സെന്റ് സ്ഥലത്ത് കോനിക്കരയിലെ സമുദായ അംഗങ്ങൾ ഒരു കപ്പേള പണിത് അവിടെ തിരുകുടുംബത്തിന്റെ രൂപം പ്രതിഷ്ഠിക്കുന്നതോടുകൂടിയാണ് ചരിത്രം ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ എഴുത്തിനിരുത്തി പഠിപ്പിക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 1916 കൊടുങ്കാറ്റിൽ ഈ കപ്പേള നശിച്ചു പോകുകയും പിന്നീട് ഈ സ്ഥലം സ്കൂൾ പറമ്പ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. 1960 വീണ്ടും ഇവിടുത്തെ സമുദായം ചെറിയ കപ്പേള പണിത് ആന്റണി മാസ്റ്ററുടെ കുടുംബം നൽകിയ മാതാവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. 1979 തന്നെ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ വേദപാഠം പഠിപ്പിച്ചിരുന്നു. ഈ വർഷം തന്നെ പുതുക്കി പണിത കപ്പേള ജോസഫ് കുണ്ടുകളം പിതാവ് ആശീർവാദം നടത്തി പരിശുദ്ധ ഫാത്തിമനാഥയെ മധ്യസ്ഥയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2002 ചെറിയാൻ പറക്കിലച്ചൻ വികാരിയായി വന്നതിന് ശേഷം 40 വർഷങ്ങൾക്ക് മുമ്പ് പണിത കപ്പേളയുടെ ചോർച്ചയും സ്ഥലപരിമിതിയും കണക്കിലെടുത്ത് കുരിശുപള്ളി പൊളിച്ച് പുതിയൊരു പള്ളി പണിയാൻ തീരുമാനിച്ചു. അരമനയിൽ നിന്ന് ലഭിച്ച അനുവാദത്തോടെ 2 വർഷം കൊണ്ട് പള്ളിപ്പണി പൂർത്തിയാക്കി. 2004 ഒക്ടോബർ 16 ബഹുമാനപ്പെട്ട മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ഇന്നീ കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ ആശീർവാദവും നടത്തി. 15 വർഷങ്ങളായി കോനിക്കരയിലെ ഈ ഫാത്തിമനാഥ ദേവാലയത്തിൽ 200ഓളം കുടുംബങ്ങൾ ക്രിസ്തുവിനെ ആരാധിച്ച് വിശുദ്ധ ബലികൾ അർപ്പിച്ച് വിശ്വാസ സമൂഹമായി വളർന്നു പന്തലിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ ഫാത്തിമമാത ദേവാലയത്തിൻ്റെ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂരാണ്. നമ്മുടെ സീറോ മലബാർ രൂപതാ വൈദികരിൽ തന്നെ CA പാസ്സായിട്ടുള്ള ഏക വൈദികൻ ഇദ്ദേഹമാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു PhD ഹോൾഡറും കൂടിയാണ്. അച്ഛാ, സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ശാലും TV ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ മക്കളോടൊപ്പം ആയിരിക്കുവാനും അതുപോലെ തന്നെ കുമ്പസാരം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുവാനുമാണ്. ഇതൊരു കൊച്ചിടവകയാണ്. ഈ കൊച്ചിടവകയിലെ കൊച്ചു കുട്ടികളെ കാണാനായിട്ട് നിങ്ങൾ ഇവിടെ വരലും അതുപോലെ തന്നെ കുമ്പസാരത്തെക്കുറിച്ച് പറയാനായിട്ട് വന്നപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ രൂപതയിലെ 14 പള്ളികളിലും രാമനാഥപുരം രൂപതയിലെ ഒരു പള്ളിയിലും വികാരിയായിരുന്നു. അപ്പോൾ ഏകദേശം 15ഓളം പള്ളികളിൽ ഞാൻ വികാരിയായിരുന്നു. ഇവിടെ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇവിടെ 200 വീട്ടുകാരേ ഉള്ളൂ. 125 വേദപാഠം പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇദ്ദേഹം സ്വാമി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനാണ്. 13 കൊല്ലമായിട്ട് കപ്പ്യാരാണ് ഇവിടുത്തെ ദേവാലയ ശുശ്രൂഷയായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഇടവകയൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ 2 കൈക്കാരന്മാരാണ്. ഒന്ന് ടോണി ചേട്ടനും പിന്നെ അതുപോലെ തന്നെ ജോബി. ഇവരും വളരെ പള്ളിയിലെ ആക്റ്റീവാണ്. ഈ ഇടവകയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 15 കൊല്ലമായിട്ടുള്ളൂ. ഇത് മരത്താകര പള്ളിയുടെ ഒരു ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ കുമ്പസാരത്തെക്കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. കാരണം എല്ലാ മാസവും ഇവർക്ക് കുമ്പസാര ദിവസമുണ്ട്. അവരുടെ വേദപാഠ ഡയറിയിൽ ഇത് കാണാനായിട്ടും പറ്റുകയും ചെയ്യും. കുമ്പസാരത്തിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ കുമ്പസാരത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ അങ്ങനെ ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5, 6, 7, 8 ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 1 മണിക്കൂർ, ആ 1 മണിക്കൂർ ഫുൾ അവരിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവർ അതിനായിട്ട് ഒരുക്കും. പിന്നത്തെ 1 മണിക്കൂർ 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികളെ കുമ്പസാരം എന്ന നിലയിൽ ഞങ്ങൾ നടത്താറ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് വരെ ഒരുക്കിയതിന് ശേഷം അവർ കുമ്പസാരിക്കാനായിട്ട് ഓരോരുത്തരായി വരും. അവർ കുമ്പസാരിക്കും. കുമ്പസാരം കഴിഞ്ഞാൽ വീണ്ടും അവരും കൂടി ഒരുമിച്ച് അടുത്ത മാസത്തേക്ക് വേണ്ട ഒരു പ്രതിജ്ഞയും അടുത്ത മാസം അവർ ചെയ്യേണ്ട ഒരു പുണ്യത്തെയും കുറിച്ച് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞു വിടുക. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂറാണ്. അപ്പോൾ അവർ കുമ്പസാരിക്കാൻ വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ അവിടെയുള്ള കുട്ടികൾ തന്നെ അവിടെ ഇരുന്ന് കരണക്കൊന്ത അവർ ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും വേണ്ടി അവർ കരണക്കൊന്ത ചൊല്ലിയിട്ട് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ കുമ്പസാരത്തിനെ കുറിച്ചിട്ടൊന്നും അധികം അറിയാൻ വഴിയില്ല. അത് ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നണത് അവരുടെ ജീവിതത്തിലേക്ക് അതൊരു മൂല്യമായിട്ട് മാറും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യുന്നത്. ഇവിടെ വന്ന 2 മാസമായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ വളരെ ഇഷ്ടമായി. കുട്ടികൾ പ്രത്യേകിച്ച് വളരെ ആക്റ്റീവാണ് കുട്ടികൾ. അവർക്ക് ഞങ്ങൾ ഈ വർഷത്തിൽ ഇവർക്കൊരു
കാരീസൺ ഡയറി ഉണ്ടാക്കി കൊടുത്തത്. ഇത് ഈ വർഷം ഇവർ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ, കുറേ പള്ളികളുണ്ട്, ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇവരുടെ ആക്ടിവിറ്റി ഇതുണ്ട്. ഇവരുടെ ആക്ടിവിറ്റി ഈ ഓരോ മാസം ചെയ്യേണ്ട. അതുപോലെ തന്നെ ഒരു ആത്മീയ ഡയറി ഉണ്ട്. ഈ ആത്മീയ ഡയറിയിൽ ഇവർ കുർബാന, കുമ്പസാരം, ഇതൊക്കെ ഓരോ മാസം എത്ര എണ്ണം ഉണ്ട് എന്നുകൊണ്ട് ഇവർ എഴുതണം. ഇത് എഴുതിയിട്ട് കുട്ടികളെ പാരൻസ് ഒപ്പിടണം, ടീച്ചർമാർ ഒപ്പിടണം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടി. 2 കുർബാനയ്ക്ക് വായിക്കുമ്പോഴും ഒരു ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ നമ്മൾ പലപ്പോഴും കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുള്ളൂ. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ ഞാൻ അവരെ കൊണ്ട് ബൈബിൾ എടുപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പം വായിപ്പിക്കും. അപ്പോൾ അതാകുമ്പോൾ അവരും ഒപ്പം ആ ഭാഗങ്ങൾ ചെയ്യും. പിന്നെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കും കുട്ടികൾ. ഈ പള്ളിയിലെ ഇവർ അസംബ്ലിയുടെ നേരത്ത് ഒരു സ്കിറ്റ് ഉണ്ട്. അത് മിക്കതും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് കുറച്ചും കൂടി ഞങ്ങളുടെ ഭാഗത്ത് കുറേയും കൂടി ശ്രദ്ധ കൊടുത്ത് ടീച്ചർമാർ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിന്ന് ഇവിടെ വന്നു, ഞങ്ങളുടെ കുട്ടികളെ കണ്ടു, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കണം. അവരതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പള്ളി തിരഞ്ഞെടുത്ത് നിങ്ങൾ വന്നതിന് പ്രത്യേകിച്ച് ഷാലോൺ ടി വിക്കാർക്ക് ഞാൻ ഇടവകയുടെ പേരിൽ, എൻ്റെ കൈക്കാരന്മാരുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. So let's praise. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ വൈദികൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കണം. അപ്പോൾ നമുക്ക് കുറേ ആത്മീയ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്ക് ഇവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്താൽ പോരെ? നമ്മൾ കുമ്പസാരിക്കുമ്പോൾ വൈദികൻ്റെ അടുത്ത് തന്നെ പറയണോ, കുമ്പസാരിക്കണോ? ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമിയിലെ പാപങ്ങൾ മോചിക്കാനും അതുപോലെ എന്താ പറയുക, ഈ ബന്ധിക്കാനൊക്കെ അധികാരം ഈശോ നൽകിയിരിക്കുന്നത് വൈദികർക്കാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാവുന്ന ഒരു വചനമുണ്ട്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനം പറഞ്ഞുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാർക്ക് പാപമോചനത്തിലുള്ള അധികാരം കൊടുക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ശിഷ്യന്മാർക്ക് മാത്രമാണോ ഈ പാപമോചനത്തിലുള്ള അധികാരം ഉള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം ശിഷ്യന്മാരുടെ പിൻഗാമികളാണ് ആര്? മെത്രാന്മാരും പുരോഹിതന്മാരും എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു അസുഖം വന്നു. അപ്പോൾ നമ്മൾ ഒരു പരിചയമുള്ള ഡോക്ടറുണ്ട്, നമുക്ക് വളരെ അടുത്ത ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അപ്പം തന്നെ ഡോക്ടറെ കാണാൻ പറ്റില്ല, ടോക്കണൊക്കെ എടുക്കേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ വൈദികനോടല്ല നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നത്, വൈദികനിലൂടെ ഈശോയോടാണ് നമ്മൾ ഏറ്റു പറയുന്നത്. അപ്പോൾ ഈശോയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. അതിനാൽ തന്നെ വൈദികനോട് തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം. എന്തുകൊണ്ടാണ് തിരുസഭ കൂദാശികളിൽ ഒന്നായിട്ട് കുമ്പസാരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടായിരിക്കും? ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കി. ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാമുദീസയിലൂടെ ദൈവത്തിലേക്ക് അടുത്തു. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനും നമുക്ക് അങ്ങനെ ഒരു കൂദാശ ദൈവം സ്ഥാപിച്ചു. ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ പാപങ്ങളായാലും ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമുക്ക് ദൈവം കുമ്പസാരം എന്ന കൂദാശ തന്നു. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മാമുദീസയിലൂടെ നമ്മൾ ദൈവമക്കളായി തീരുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ പാപങ്ങൾ വഴി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അങ്ങനെ അകന്നു പോകാതെ വീണ്ടും പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് നമ്മുടെ ദൈവമക്കൾ എന്ന സ്ഥാനം ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല കുമ്പസാരത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുമ്പസാരം എന്ന് പറയുന്നത് 7 കൂദാശകളിൽ ഒരു കൂദാശയാണ്. അപ്പോൾ ഈ കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ നമുക്ക് വെറുതെ പോയി കുമ്പസാരിക്കാൻ പറ്റില്ല. ഈശോയോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത് ഈശോയാണ്. അപ്പോൾ ഈശോയോട് സംസാരിക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ഒരുങ്ങണം. ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, ഒരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുങ്ങും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾ മോചിക്കാനായിട്ട് നമ്മുടെ പാപക്കറകൾ കഴുകി കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈശോയുടെ മുന്നിലേക്കാണ് പോകുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അനുരഞ്ജനം എന്ന കുമ്പസാരം എന്ന കൂദാശയ്ക്കായിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. ഓക്കെ, നല്ലൊരു ആൻസർ ആയിരുന്നു. മോന്റെ അഭിപ്രായത്തിൽ നല്ലൊരു കുമ്പസാരത്തിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം, പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റു പറയണം, വൈദികൻ അർപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. പിന്നെ നമ്മൾ കുമ്പസാരത്തിന് പോകുന്ന ദിവസത്തിന് മുമ്പുള്ള ദിവസം തന്നെ എല്ലാ പാപങ്ങളും ഓർത്ത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. പിന്നെ അന്ന് കിടക്കുമ്പോൾ പിറ്റേ ദിവസം കുമ്പസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ല ഈശോട് മാപ്പൊക്കെ ചോദിച്ച്
നിൽക്കണം. കുമ്പസാരിക്കുമ്പോൾ തലേദിവസം തന്നെ ഒരുങ്ങുന്നത് നല്ലൊരു കാര്യമാണ്. പറഞ്ഞ പാപങ്ങൾ നമ്മൾ പറയാതെ ശ്രമിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പാപം പറയുന്നത് കള്ളം പറയാന്നുള്ളതാണ്. പിന്നെ നമ്മൾ മാതാപിതാക്കളെ വഴക്ക് പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന പാപം തന്നെയാണ്. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാതെ ശ്രമിക്കാൻ നോക്കണം. കുമ്പസാരിക്കാൻ പറ്റുന്നത് നമുക്ക് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമാണ്. അടുത്ത് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കുമ്പസാരിക്കുന്നതിന് മുൻപ് വരെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഭാരം ഉണ്ടാവും. കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ആ ഭാരം ഇറങ്ങിയ പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈശോയുടെ അടുത്താണ് ആ പാപം പറഞ്ഞെന്നുള്ളൊരു സന്തോഷവും ഈശോ നമ്മുടെ പാപം മോചിച്ചു എന്നുള്ള സമാധാനവും ഉണ്ടാവും. അങ്ങനെ എനിക്ക് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ സമാധാനം തോന്നാറുണ്ട്. കുമ്പസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു നിമിഷമാണ് കുമ്പസാരിച്ച് കഴിഞ്ഞിട്ടുള്ള നിമിഷം. കുമ്പസാരം കഴിഞ്ഞിട്ടുള്ള ഒരു വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികനൊപ്പം നമ്മൾ അർപ്പിക്കുമ്പോൾ അത് തീർച്ചയായും ദൈവത്തോട് അത്രയുമേൽ ഐക്യപ്പെട്ട് നമുക്ക് ആ വിശുദ്ധ കുർബാന നമുക്ക് പങ്കുകൊള്ളാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റുള്ള പാപം കറകളോട് കൂടിയിട്ട് നമ്മൾ അറിയാണ്ട് പോലും ചിലപ്പോൾ കുമ്പസാരത്തിന് മുമ്പ് അർപ്പിക്കുന്ന ബലികളിൽ നമ്മൾ മനുഷ്യരാണ്, അറിയാണ്ട് പോലും ചില തെറ്റുകളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ കുമ്പസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അടുത്ത് നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമേൽ വിശുദ്ധിയോടുകൂടി നമുക്ക് അർപ്പിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധ കുർബാനയായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധാത്മാക്കളും പറയുന്നത് നമ്മൾ കൂടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം എന്ന് പറയുന്നത്. കാരണം അതിൽ അനുരഞ്ജന കൂദാശയിലൂടെ നമ്മുടെ ചെറിയ പാപങ്ങൾ നമുക്ക് കഴുകി കളയാനുള്ള ഏറ്റവും വലിയ അവസരമാണ് പിതാവായ ദൈവം നമുക്ക് ആ അനുരഞ്ജന കൂദാശയിലൂടെ നൽകുന്നത്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ ചെറിയ പാപങ്ങളാണെങ്കിൽ നമുക്ക് ആ അനുരഞ്ജന കൂദാശയിലൂടെ കർത്താവെ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവം തീർച്ചയായും നമ്മുടെ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന പാപങ്ങളൊക്കെ ക്ഷമിച്ചു പോകും ആ ഒരു അനുരഞ്ജന കൂദാശയിലൂടെ. എന്നാൽ നമ്മൾ മാരകമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുമ്പസാരം എന്ന കൂദാശയിലൂടെ വൈദികനോട് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമേ മോചിക്കപ്പെടുകയുള്ളൂ. നമുക്കതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ തീർച്ചയായും വൈദികൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വൈദികനെ കണ്ടിട്ട് നമുക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ വൈദികരും അതിനുള്ള സാഹചര്യം ഒരുക്കുകയും ധൃതിയുള്ള സമയങ്ങളാണെങ്കിൽ പോലും വൈദികരെ കുമ്പസാരിക്കണം എന്ന് പറയുമ്പോൾ ഒരു വൈദികർ പോലും എനിക്ക് സമയമില്ല എന്ന് പോകുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കാരണം അവർക്കറിയാം ആ കുമ്പസാരത്തിൻ്റെ വിശുദ്ധി എന്താണെന്നുള്ളത് ആ ഒരു വൈദികനെ തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ദേവാലയത്തിൽ മാസത്തിൽ ഒരു ദിവസം അച്ഛൻ പൂർണ്ണമായി 1 മണിക്കൂർ ശരിക്കും അതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. കുമ്പസാരത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഓരോ കുമ്പസാരം കഴിയുമ്പോൾ നമ്മളെ ദൈവത്തിലേക്ക് തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് കുമ്പസാരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും ആശ്വാസവും എല്ലാം ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങും. നമ്മുടെ കുമ്പസാരത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നമ്മുടെ പാപത്തിനെ പറ്റിയുള്ള നമ്മുടെ കുറ്റബോധം, അന്ന് വരെയുള്ള മനസ്സിലുണ്ടായിരുന്ന കുറ്റബോധം എല്ലാം ആ ഒരു നിമിഷം കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ പോവും. നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. പിന്നെ പണ്ടത്തേനേക്കാളും കൂടുതൽ ഉന്മേഷവും സന്തോഷമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അതുപോലെ നമുക്ക് കുമ്പസാരം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇതിന്ന് തിന്മകൾക്കൊക്കെ എതിരായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് നമ്മളെ കൂടുതൽ നന്മയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. കുമ്പസാരത്തിലൂടെ നമ്മൾ ദൈവവുമായിട്ട് മാത്രമല്ല അനുരഞ്ജനപ്പെടുന്നത്, നമ്മൾ മറ്റുള്ളവരോടും കൂടിയിട്ടാണ് നമ്മൾ അനുരഞ്ജനപ്പെടുന്നത്. നമുക്ക് ഓരോ കുമ്പസാരം കഴിയുമ്പോൾ നമുക്കൊരു പുതിയ തുടക്കം ലഭിക്കുന്നത്. ഈ മക്കൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കൂദാശ ജീവിതത്തിലും മാത്രമല്ല തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് അത് ഈശോയ്ക്ക് വേണ്ടി പ്രഘോഷിക്കുവാനും ഇവർ തയ്യാറാണ്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഡാൻസ് നമുക്കൊന്ന് കണ്ടാലോ? അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തം നിങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തം നിങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ
തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. സാത്താനേ നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ഒരു ചോദ്യോത്തര മത്സരത്തിലേക്കാണ്. ഞാൻ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ആൻസർ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരുന്നു. അപ്പോൾ റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസമ്മ ജനിച്ച വർഷം, സ്ഥലം, തീയതി അതേതാണ്? ആർക്കാണെങ്കിലും പറയാം, പക്ഷെ കൈ ഉയർത്തണം. 1910 ആഗസ്റ്റ് 19 കുടമാളൂർ. ഓക്കെ, നല്ലൊരു കേടി കൊടുക്കാം. അപ്പോൾ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ സീനിയർ മോസ്റ്റ് ടീച്ചറായ ഫിലോമിന ടീച്ചറെയാണ് വിളിക്കുന്നത്. ഫിലോമിന ടീച്ചറെ. വർഷത്തോളം കാറ്റസിലുണ്ടായിരുന്നു. അത്രയും വർഷം പഠിപ്പിക്കാനായിട്ട് ടീച്ചർക്ക് ഒരു പ്രചോദനം എന്താണ്? എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ ഒരു മത അധ്യാപകനായിരുന്നു. അത് തുടർന്നാണ് ഞാൻ അപ്പനിൽ നിന്നാണ് ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. ആ സാഹചര്യത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു, ഈ ഇടവകയിലേക്ക് വന്നു. അന്ന് തൊട്ട് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മതാധ്യാപികയായി സേവനം ചെയ്യുവാൻ കടന്നു വന്നു. യേശുവിനെ അറിയുക, അറിയിക്കുക, അനുഭവിക്കുക, ഈ ദൗത്യമായിട്ടാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. പോകുവിൻ, പ്രഘോഷിക്കുവിൻ. ആ പ്രഘോഷത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് കുഞ്ഞുമക്കളെ ആത്മീയമായി വളർത്തുവാനും എന്നിലാവുന്നത് എൻ്റെ ആ കുറവുകളോടുകൂടി ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ പരിശീലനത്തെക്കുറിച്ചും എനിക്കൊരു ദൈവിക ജ്ഞാനം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്ക് തിരുവചനത്തിലൂടെ എന്നോട് സംസാരിച്ചു, പോകുവിൻ, പ്രഘോഷിക്കുവിൻ. ആ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഈ കുഞ്ഞുമക്കളിലേക്ക് എനിക്ക് കിട്ടിയ ആ ജീവിതത്തിലെ വിശ്വാസം എന്ന പരിശീലനത്തിലൂടെ ഈ കുഞ്ഞുമക്കളെ നല്ല വിശ്വാസത്തിലേക്ക് വളർത്തുവാൻ എനിക്ക് സാധിച്ചു. പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നിരുന്നാലും ആ സഹനങ്ങളെല്ലാം ഈശോയുടെ തിരുമുറിവുകൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്ന് വരെ ആ ദൗത്യം തുടരുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. താങ്ക് യു ടീച്ചറെ. ഏത് മാർപ്പാപ്പയാണ് വിശുദ്ധ അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്? ഓക്കെ, മോൻ പറഞ്ഞോ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഓക്കെ, നല്ലൊരു ഉത്തരവായിരുന്നു. മോന് ഫ്രണ്ടിലോട്ട് വന്നേ. ഈ മോന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഏകദേശം 15 വർഷത്തോളം ഉള്ള കാറ്റിസം ജീവിതത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കാറ്റിസിന് വന്ന് ഇപ്പോൾ ഇവിടുത്തെ മതാധ്യാപകരായിരിക്കുന്ന 2 ടീച്ചേഴ്സിനെയാണ്, അമൽ ആൻഡ് ഡിക്സൺ. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. പക്ഷേ ഏകദേശം ഈ ഒരു ലൈഫ് ജേർണിയിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത് എന്താണ്? ശരിക്കും ഞാൻ സാധാരണ ഇവിടുത്തെ പോലെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ പോലെ നഴ്സറി തൊട്ട് ഇവിടെ കാറ്റിസം പഠിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങളെ പോലെ തന്നെ എനിക്ക് കുറേ ദിവസം മുടങ്ങണമെന്നും അതുപോലെ തന്നെ പനിയും അതുപോലെ ബന്ധുക്കളുടെ വീട്ടിൽ വിശേഷം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെ നിർബന്ധിച്ച് വിട്ടിരുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അപ്പച്ചൻ, പിന്നെ എൻ്റെ മേമ. ഇവർ 3 പേരും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 15 വർഷം മുടങ്ങാണ്ട് വന്നു എന്ന് പറയണ ആ ഒരു കാറ്റഗറിയിൽ പെടാനായിട്ട് കാരണം. അപ്പോൾ എനിക്കും നിങ്ങളുടെ പോലെ തന്നെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ബന്ധുവീട്ടിൽ പെരുന്നാളിന് പോകണം, അവരെ പഠിച്ചു പൊളിക്കണം, അവരുടെ ഒപ്പം കുറേ കാര്യങ്ങൾ, ഇതുപോലെ വിശേഷ ദിവസങ്ങൾ, ടൂറ് പോകുമ്പോൾ അതൊക്കെ ഈ ഞായറാഴ്ചയുമായി ഉൾപ്പെട്ട ദിവസങ്ങളായിരിക്കും മിക്കതും എല്ലാവരും സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ അമ്മ പറയായിരുന്നു, അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്കത് തീർച്ചയായും നമുക്കത് ഗുണമായി തീരും. നീ അതുകൊണ്ട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ പള്ളിയിൽ പോകാനായിട്ട് ശ്രമിക്കാൻ പറയും. ഓരോ ആഴ്ചയും ഞാനിവിടെ എത്തുമ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ടീച്ചർമാർ നമുക്ക് പറഞ്ഞു തരുന്ന കുറേയധികം കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓരോ ആഴ്ചയും അടുത്ത ആഴ്ച വരുമ്പോൾ എനിക്കത് ഓർമ്മ വരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് ചെയ്തത്, എന്താണ് പറഞ്ഞത്, നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ കാരണം ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ 15 കൊല്ലം കാറ്റീസിന് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരുടെ കഴിവോ ഒന്നുകൊണ്ടല്ല ഈ 15 വർഷവും മുടങ്ങാതെ വരാൻ സാധിച്ചത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്.
അവിടുന്ന് തീരുമാനിച്ചില്ലെങ്കിൽ അതൊരിക്കലും സാധ്യമാവുകയില്ല. ഓക്കെ, താങ്ക് യു. മാതാവ് ഉത്തരീയം കൊടുത്തത് ആർക്കാണ്? മോളല്ലേ ഫസ്റ്റ് കൈ ഉയർത്തി. ഓക്കെ, മോള്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്. ഓക്കെ, ശരി ഉത്തരമാണ്. കൈ അടിച്ചു. മോളൊന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. ഓക്കെ, ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് ബ്രദറിനെ ക്ഷണിക്കാം. നല്ലൊരു കൈ അടി കൊടുക്കാട്ടാ ബ്രദറെ. ദൈവവിളി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ബ്രദർ ഇവിടെ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് ഇവിടെ ദൈവവിളിയെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ വിളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് കുറച്ച് കുട്ടികൾ എന്നോട് ദൈവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയാണ്, ചില കമൻസ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ആഗ്രഹമുണ്ട് ബ്രദറെ, പക്ഷേ ദൈവം എന്നെ വിളിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അവർ പറഞ്ഞൊരു ചെറിയൊരു കമൻറ്റ്. എൻ്റെ ഒരു ആൻസർ കൊടുത്തത് പ്രകാരമാണ്, എന്താണ് ദൈവവിളി? ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ദൈവവിളി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദൈവം നമ്മെ നേരിട്ട് വന്ന് വിളിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ സാമൂല്, അതുപോലെ തന്നെ ജെറമിയ, ഇവരെന്നൊക്കെ ദൈവം നേരിട്ട് പോയിട്ട് തൻ്റെ ദൗത്യത്തിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരതിനെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ദൈവാനുഭവത്തിലൂടെയാണ് ഓരോ വ്യക്തിയും ദൈവവിളിയിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്താണ് എനിക്ക് ആ ഒരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അത് മറ്റൊന്നല്ല, എന്നെ ആദ്യ കുർബാന സ്വീകരണം പഠിപ്പിച്ചിരുന്നത് സിസ്റ്ററായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ കുറച്ച് പിള്ളേർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, നിന്നെ കണ്ട അച്ഛനാവാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു ആഗ്രഹം, അതായത് ദൈവാനുഭവം എൻ്റെ ആ സമയത്ത് ഒരു വിത്ത് എന്ന് പറയില്ലേ, വിത്ത് എൻ്റെ മുളപൊട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടിയും പ്രാർത്ഥിച്ച് ധ്യാനിച്ചാണ് ഞാൻ ഈ ദൈവവിളിയിലേക്ക് പ്രവേശിച്ചത്. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ വ്യക്തികളായിരിക്കാം. ഇപ്പോൾ അൾത്താര സംഘ ബാലന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഓൾട്ടർ ബോയ്സ് ആയിരിക്കുന്ന സമയത്ത് പള്ളിയുമായിട്ട് അടുക്കുന്ന സമയമായിരിക്കാം. അങ്ങനെ പല മേഖലയിലൂടെയും ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആ ദൈവാനുഭവത്തെ അറിഞ്ഞുകൊണ്ട് അതിനെ പ്രത്യുത്തരം നൽകുമ്പോഴാണ് ആ വിളിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇവരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ ദൈവാനുഭവം എന്ന് പറയുന്നത് ചിലപ്പോൾ അച്ഛനാവാനായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ ആവാനായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതമായിരിക്കാം. ആ ഒരു ആഗ്രഹത്തെ, ദൈവാനുഭവത്തെ മനസ്സിലാക്കിയിട്ട് അതിനോട് പ്രത്യുത്തരം നൽകുമ്പോഴാണ് നമുക്ക് ആ ദൈവവിളിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു ബ്രദറെ. ഒരു വിശുദ്ധ പ്രാർത്ഥനയിലൂടെ തൻ്റെ മകനെ വിശുദ്ധനാക്കുകയും സ്വയം വിശുദ്ധയാകുകയും ചെയ്തു. അതേതാണ് വിശുദ്ധ? വിശുദ്ധ മോണിക്ക. ഓക്കെ, ശരി ഉത്തരമാണ്. ഓക്കെ, ഈ മോൾക്ക് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷൈനി ടീച്ചർ വേദിയിലേക്ക് ക്ഷണിക്കാം. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പുരോഹിതൻ ആരാണ്? വിശുദ്ധ ചാവറയച്ചൻ. കൈയടിക്ക്. ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ PTA പ്രസിഡന്റിനെ ക്ഷണിക്കാം. മോളെ ഒന്ന്. മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു നൃത്തം കൂടി നമുക്ക് ഇവര് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടാലോ? புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க ஐயா. புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க. கழிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க. துதியும் பாடலும் நாவல வச்சு என்ன மகிழ செஞ்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க.
பண்ணுங்க என்ன துரத்தி வந்த எதிரிய அமர்ந்து போக பண்ணீங்க உயரத்தில் எட்டி வச்சிங்க என்ன ஓஹோன்னு வாழ வச்சிங்க உயரத்தில் எட்டி வச்சிங்க என்ன ஓஹோன்னு வாழ வச்சிங்க നല്ലൊരു കൈഡി കൊടുത്തേ. നല്ലൊരു ശരിക്കും അടിപൊളി ഒരു സർപ്രൈസ് ഡാൻസ് തന്നെയായിരുന്നു അത്. ഇവരുടെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഈ എനർജി ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനോട് തന്നെ ചോദിക്കാം. നമുക്ക് പ്രിൻസിപ്പളിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇത് മരത്താകര ഇടവകയിൽ നിന്ന് തിരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ യൂണിറ്റാണ്. 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ കോനിക്കര ഇടവക തിരിഞ്ഞത്. അതുവരെ ഞാൻ മരത്താകരയിൽ കാറ്റസിസം പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചെറിയൊരു യൂണിറ്റിയാണ്. പലപ്പോഴും തോന്നാറുണ്ട് ഈ കുട്ടികൾക്ക് ഉയർന്നു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേദിയിലൊക്കെ ചെല്ലുമ്പോൾ ഇവർക്ക് സംസാരിക്കാനൊക്കെ കൂടുതൽ ധൈര്യം കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടീച്ചർമാരൊക്കെ പ്രധാനമായിട്ട് ഇവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഇവരുടെ വിശ്വാസ വളർച്ചയും മൂല്യങ്ങളുടെ വളർച്ച അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. ഇതിനാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ എപ്പോഴും കൊടുക്കാറുള്ളത്. പ്രത്യാശയുടെ തീർത്ഥാടകർ ഇതാണ് നമ്മുടെ ഈ കൊല്ലത്തെ പ്രബോധന വിഷയം. അപ്പോൾ പ്രത്യാശയുടെ മക്കളായിട്ട് മാറ്റുക, ഇതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. 4 ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. 4 ഗ്രൂപ്പുകളായിട്ട് മത്സരങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഇവരെ മുന്നോട്ട് ഈ ഒരു വർഷം മുഴുവൻ കൊണ്ടുപോകുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ പഠിച്ചു പോയിട്ടുള്ള പല കുട്ടികളും പറയാറുണ്ട്, ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പൊതുവേദിയിൽ ചെല്ലുമ്പോൾ 4 ആളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും ധൈര്യമായിട്ട് ഈശോയെ പ്രഘോഷിക്കാനൊക്കെ ധൈര്യം കിട്ടിയത് വിശ്വാസ പരിശീലന യൂണിറ്റിൽ നിന്നാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ മക്കളെ പഠിക്കുന്ന കാര്യത്തിൽ ഇവർ അടിപൊളിയാണ്. പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട, അത് അവർ 80% മാർക്കിന് മേലെ സ്കോർ ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും. അതിലുപരിയായിട്ട് ഇവരിൽ മൂല്യങ്ങൾ വളർത്തിയെടുത്ത് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടപ്പെട്ടവരാക്കി മാറ്റുക, ഇതായിരിക്കും ഈ വർഷത്തെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു മാഷെ. കുമ്പസാരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച കേട്ടത്. എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത്, കുമ്പസാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടെത്താം. അതുവരെ ഈശോയോടൊപ്പം ആയിരിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക. ഗുഡ് ബൈ.